എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. എൻ്റെ മകളാണ്. ഇന്ന് എല്ലാവർക്കും ഞാൻ ആദ്യം സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഇവളിപ്പോൾ സ്കൂളിൽ സ്വാതന്ത്ര്യദിന പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവള് ജേഴ്സി, ഇന്നിപ്പോൾ അവൾക്ക് ജേഴ്സി ഒക്കെ എന്താ യൂണിഫോമൊക്കെ അണിഞ്ഞ് അവർ അസംബ്ലിയിൽ പങ്കെടുത്ത് ഒരു പ്രതിജ്ഞ സ്വാതന്ത്ര്യ സമരമായിട്ട് ദിനമായിട്ട് ബന്ധപ്പെട്ട് 80ാമത്തെ ഇന്നത്തെ ദിനത്തിൽ ഇവർക്കൊരു സ്പെഷ്യൽ പ്രതിജ്ഞ സ്കൂളുണ്ടായിരുന്നു. അതെന്താണെന്ന് അഭിശ്രീ എന്നാണ് നമ്മുടെ പേര്. അഭിശ്രീ എന്ന് പറയാം. ഓക്കെ, പറഞ്ഞോളൂ അഭിശ്രീ. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും പിന്നെ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും പിന്നെ മയക്കുമരുന്നിനെ കുറിച്ചും മയക്കുമരുന്നിനെതിരെയും ഉള്ള പ്രതിജ്ഞയാണ് രാജ്യത്തിന്റെ ഐക്യതയ്ക്ക് വേണ്ടിയും അതേപോലെ തന്നെ മയക്കുമരുന്നിനെതിരെയുള്ള പ്രതിജ്ഞയാണ് ഇന്ന് സ്കൂളിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 80ാമത്തെ 79 പൂർത്തിയായി 80ലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ 80ലേക്ക് കിടക്കുമ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് എവിടെ നിന്ന് കിട്ടി? ബ്രിട്ടീഷുകാരിൽ നിന്ന് കിട്ടി. പക്ഷെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണ സ്വതന്ത്രം അല്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ മഹാനായ ഗാന്ധിജി പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം എന്നത് സർവോപരി നമ്മുടെ മാനസികമായിട്ടുള്ള പലതിനും നമ്മൾ അടിമകളാണ്. അതിൽ നിന്നുകൂടി മോചനം കിട്ടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ സുരക്ഷിതരാണ്. കാരണം നമ്മുടെ ജവാന്മാരൊക്കെ ഉറക്കമുളച്ച് നമ്മളെ അതിർത്തികളിൽ അവിടെ തണുപ്പും എന്താ പറയാ അതിശൈത്യവും ചൂടും എല്ലാം സഹിച്ച് അവർ അതിർത്തിയിൽ കുറേ ജവാന്മാർ കാവൽ നിൽക്കുന്നത് കൊണ്ട് നമ്മളെ വീടുകളിൽ സുഖമായിട്ട് ഉറങ്ങുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനേകായിരങ്ങൾ അങ്ങനെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളെ വീടുകളിൽ സുഖമായിട്ട് ഉറങ്ങുന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ വളരെ സുരക്ഷിതരാണ് ഇന്ത്യയിൽ എന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു കാര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത്? ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയോണ്ട് നമ്മളിവിടെ വളരെ നന്നായി ജീവിക്കുന്നു, വളരെ സ്വതന്ത്രമായി ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ശരി. ആർക്കും എന്തും ചെയ്യാവുന്നതിലേക്ക്, എന്തും പറയാമെന്നതിലേക്കൊക്കെ അല്ലെ, നമുക്ക് ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് നമുക്ക് മന്ത്രിമാരെയും നേതാക്കന്മാരെയും ഒക്കെ അവരുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ പലതരത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പലതിനും അടിമയാണ്. പലതിനും അല്ലെ, നമ്മൾ മടിക്ക് അടിമയാണ് അല്ലെ, അതേപോലെ പലതരത്തിലെ ശീലങ്ങൾക്ക് നമ്മൾ അടിമയാണ്. അപ്പൊ നമ്മൾ തെറ്റായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഇത്തരം ശീലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി വരുമ്പോഴാണ് നമ്മൾ പൂർണ്ണ സ്വതന്ത്രമാവുന്നത്. പൂർണ്ണമായി സ്വതന്ത്രമാകുമ്പോഴേ ശരിക്കും നമുക്കൊരു ആനന്ദാവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ആ പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന് നമ്മൾ പലതിനും എഡിക്റ്റ് ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മാറി അതിനൊക്കെ പൂർണ്ണ ഒരു മോചനം കിട്ടുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയെ നമ്മൾ എന്ത് പറയുന്നത്? ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ അടിമപ്പെടുത്തുന്നതെന്തോ ബ്രിട്ടീഷുകാർ മാത്രമല്ല, അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അടിമപ്പെടുത്തുന്ന എന്തെല്ലാം ശീലങ്ങളുണ്ടോ ആ ശീലങ്ങളിൽ കൂടെ നമ്മൾ മാറി വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്ന് പറയാം. ഓക്കെ, ശരിയല്ലേ? ഒരു കൈ കൊടുക്കും. ഓക്കെ, താങ്ക് യു.